മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം വേണം എന്നുള്ള ആവശ്യം അത് ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. അന്വേഷണം വേണം എന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയിരിക്കുന്നതിൻ്റെ വിശദാംശങ്ങളുമായി എസ് ശ്രീകാന്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീകാന്ത്, വിജിലൻസ് അന്വേഷണം ഇല്ല, ആവശ്യം ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. വിശദാംശങ്ങൾ, വിധിയുടെ വിവരങ്ങൾ ശ്രീകാന്ത്. ശ്രീകാന്ത് കേൾക്കാമോ? ശ്രീകാന്ത്, മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണമില്ല എന്ന വാർത്തയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും പുറത്തുവരുന്നത്. മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമെതിരെ ഈ കേസിൽ മാസപ്പടി ലഭിച്ചതുമായി ബന്ധപ്പെട്ട് 1,72,00,000 രൂപ കിട്ടിയതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണം എന്നുള്ളതായിരുന്നു ഗിരീഷ് ബാബുവിൻ്റെയും, അന്തരിച്ച പൊതുപ്രവർത്തകൻ ഗിരീഷ് ബാബുവിൻ്റെയും അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴ MLA കൂടിയായ മാത്യു കുഴൽനാടൻ്റെയും ആവശ്യം. പക്ഷേ ഇപ്പോൾ ആ ഹർജി തള്ളിയിരിക്കുന്നു. ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചാണ് ഈ കേസിൽ സമർപ്പിച്ചിരുന്ന ഹർജി തള്ളിയത്. ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന വിജിലൻസ് കോടതി പരാമർശം അനാവശ്യമാണ് എന്നുള്ള ഒരു പരാമർശം കൂടി കോടതിയിൽ നിന്നും വന്നിട്ടുണ്ട്. ആ പരാമർശം ഒഴിവാക്കിക്കൊണ്ടാണ് ഹർജി തള്ളിയിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ വിജിലൻസ് അന്വേഷണം ഇല്ല. രണ്ടു പേർക്കും ആശ്വാസം നൽകുന്ന വിധി ജസ്റ്റിസ് കെ ബാബുവിന്റെ സിംഗിൾ ബെഞ്ചിൽ നിന്നും വന്നിരിക്കുന്നു. മാത്യു കുഴൽനാടനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി ഇന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ റിവിഷൻ പെറ്റീഷനായിരുന്നു ഇത്. മൂവാറ്റുപുഴ കോടതിയിൽ, വിജിലൻസ് കോടതിയിൽ ഈ കേസ് വന്നിരുന്നു. അന്ന് ഈ ഹർജി തള്ളി. തൊട്ട് പിന്നാലെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലും ഈ ഹർജി ഉണ്ടായിരുന്നു. അവിടെയും ഈ ഹർജി തള്ളപ്പെട്ടു. ഏറ്റവും ഒടുവിലാണ് ഹൈക്കോടതിയിലേക്ക് റിവിഷൻ പെറ്റീഷൻ എത്തുന്നത്. റിവിഷൻ പെറ്റീഷനിലും തിരിച്ചടി നേരിട്ടിരിക്കുന്നു. ഇനി അറിയാനുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അപ്പീലുമായി മേൽക്കോടതിയിലേക്ക് മാത്യു കുഴൽനാടനും അതോടൊപ്പം തന്നെ മാത്യു കുഴൽനാടൻ പോകുമോ എന്നുള്ളതാണ്. ഇതിലെ ഒരു ഹർജിക്കാരനായി ഗിരീഷ് ബാബു അന്തരിച്ചു. അതിനാൽ തന്നെ ഇനി മാത്യു കുഴൽനാടൻ മാത്രമാണ് ഈ കേസിൽ അവശേഷിക്കുന്ന വ്യക്തി. അദ്ദേഹം അപ്പീലുമായി പോകുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ നേരത്തെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയും തിരുവനന്തപുരം വിജിലൻസ് കോടതിയും എടുത്ത നിലപാട്, ആ നിലപാടിനൊപ്പം ഹൈക്കോടതി നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരു പരാമർശം അതിൽ നീക്കം ചെയ്തിട്ടുണ്ട്. ആ പരാമർശം എന്ന് പറയുന്നത് ഈ ഹർജി രാഷ്ട്രീയ പ്രേരിതം എന്നൊരു പരാമർശം ഉണ്ടായിരുന്നു. അത് അനാവശ്യമാണ് എന്നിപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നു. ആ പരാമർശം മാത്രം നീക്കം ചെയ്തു. വലിയ ആശ്വാസം മുഖ്യമന്ത്രിക്കും മകൾക്കും. ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ച് നൽകിയിരിക്കുന്ന വിധി മുഖ്യമന്ത്രിക്കും മകൾക്കും അനുകൂലമാണ്. മാത്യു കുഴൽനാടന് തിരിച്ചടിയുണ്ട്. വേണമെങ്കിൽ അവർക്ക് അപ്പീലുമായി മേൽക്കോടതിയിലേക്ക് പോകാം. SFIO അന്വേഷണം നിലവിലിപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് കേരള ഹൈക്കോടതി വിജിലൻസ് അന്വേഷണ ആവശ്യം ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. ശ്രീകാന്ത് തുടരുക. മാത്യു കുഴൽനാടനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു. വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം, മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ തീരുമാനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനമായ എക്സാലോജിക്കും കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ CMRലും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാട്, അതിൽ വിജിലൻസിന്റെ അന്വേഷണം വേണം എന്നുള്ള ആവശ്യമാണ് കോടതിക്ക് മുമ്പിലേക്ക് എത്തിയത്.